എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്നായിട്ട് നല്ല ടേസ്റ്റോടെ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളൊരു 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു 3 വലിയ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 വലിയ സ്പൂണ് തൈരും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂട്ടത്തിൽ 1 പിഞ്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, 1 പിഞ്ച് ചേർത്താൽ മതി. അപ്പം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് അപ്പം നമ്മളൊരു സ്പൂണും കൊണ്ടൊക്കെ കോരി നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ പരുവത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നെങ്കിൽ ഇത്തിരി കുറുകിയിരിക്കണം. അതുപോലെ നമുക്ക് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പരുവം മതിയാവും, ഒരുപാട് നീണ്ടു പോവല്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് സമയം പുളിക്കാനൊന്നും വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി സോഫ്റ്റാക്കി കഴിഞ്ഞാൽ ഒരു കടയിൽ എണ്ണ ഒഴിച്ച് നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. പിന്നെ നമുക്ക് ചെറിയതായിട്ട് എണ്ണയ്ക്കകത്തോട്ട് സ്പൂണും കൊണ്ട് ഇട്ട് റെഡിയാക്കി എടുക്കാം. നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിരിക്കണം. എണ്ണയിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലിടല്ലേ. ഇപ്പോൾ നമ്മൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ സ്ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ആവം വേവാതെ ഇരിക്കും. നമുക്ക് കുറേശ്ശെ ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇത് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് 2 സൈഡും മറിച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. സ്ലോ ഫ്ലെയിമിൽ തന്നെ റെഡിയാക്കി എടുക്കണം. നമുക്ക് 2 സൈഡും ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മറിച്ചിട്ട് 2 സൈഡും റെഡിയാക്കി എടുക്കാം. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം. ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്ക് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളൊന്നുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ആരെങ്കിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് നമ്മൾ കമൻറ്റൊക്കെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളിത് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും.